ഞാൻ ഇന്നിവിടെ മുരിങ്ങയില വറവാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ മുരിങ്ങയില വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് മുരിങ്ങയില വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐക്കാർഡിൽ കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങ, 1 ടീസ്പൂണ് കടുക്, 1/2 ടീസ്പൂണ് മഞ്ഞൾ, ഒരു ചെറിയ ഉള്ളി, 5-6 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ പുഴുങ്ങലരി, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ. ഉള്ളി 2ആയി മുറിച്ചെടുത്തിട്ട് ഇതിലിടാം. ഞാൻ ഇവിടെ ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 3-4 ചെറിയ ഉള്ളി ഉപയോഗിക്കാം. പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട്, 2 പച്ചമുളക്, വെളുത്തുള്ളി, തേങ്ങ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കാം. സ്റ്റവ് ഓണാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് മുരിങ്ങ വറുത്ത പോലത്തെ എല്ലാം ടേസ്റ്റ് ഉണ്ടാകുക. വെളിച്ചെണ്ണ ഇഷ്ടമില്ലാതൊക്കെ ഓയിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം എടുത്ത് വെച്ച് പുഴുങ്ങലരി ഇട്ട് കൊടുത്ത് നല്ലപോലെ വറുത്തെടുക്കാം. അരി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് എല്ലാം നമ്മളെ തോരൻ റെഡിയാവും. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യാം. മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ട് അടയ്ക്കാം. കുറച്ച് അടച്ച് വെക്കാം. മുരിങ്ങയില ഒന്ന് ആവി വന്നിട്ട് ഒതുങ്ങിക്കോട്ടെ. ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചാൽ നമ്മുടെ മുരിങ്ങയില തോരൻ റെഡിയാവും. അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം. മുരിങ്ങയില തോരൻ റെഡിയായിട്ടുണ്ട്. നമ്മൾ കണ്ണൂർക്കാരുടെ വറവ് റെഡിയായി. ഇതുപോലെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കണം. അത്രയും നല്ല ടേസ്റ്റാണ്. അതിലൊരു കയ്പ്പ് രസവും അതൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല. കുട്ടികൾ പോലും ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. വീട്ടിലേക്ക് മാറ്റുന്നുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.